ഹലോ ഗൈസ്, ഇപ്പോൾ ഈവനിങ് ടൈം വ്ളോഗാണ് ഗൈസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉറക്കമൊക്കെ വെച്ച് വൈകുന്നേരത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വെളിയിലിട്ടൊന്നും ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. പൂച്ചത് അവിടെ അനങ്ങാതെ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടത് അവിടെ ഉണ്ട് കേട്ടോ. കണ്ടേ, ഇപ്പോൾ ഞാൻ തല അനക്കിയത് കണ്ടതപ്പോൾ മരിച്ചില്ലെന്ന് മനസ്സിലായി ഗൈസ്. പക്ഷേ അതിനൊരു വിഷമമുണ്ട്. അതിൻ്റെ കുഞ്ഞു പൂച്ചകളെ കാണുന്നില്ല കേട്ടോ. അതിൻ്റെ വിഷമത്തിൽ എവിടേക്കോ വട്ടാൻ നടക്കുവാണ്. ഇപ്പോഴാണ് കാണുന്നത് അതിനെ. പിന്നെ അതേ വ്യൂയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. നിങ്ങളെ കാണിച്ചു തരാൻ ചെയ്യാനില്ലേ. സൂര്യനൊക്കെ പോകുന്ന ഒരു ടൈമിൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഞങ്ങളുടെ അവിടുത്തെ കുഞ്ഞ് വ്യൂസാണ് ഇതൊക്കെ. ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, പുറത്തടിച്ചപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ആയിട്ടായിരിക്കുന്നത് നോക്കിയപ്പോൾ ഇന്ന് കരിയിലൊക്കെ കുറവായിരുന്നു കേട്ടോ. തൂക്കാനുള്ള അമ്മമ്മ ചോദിക്കുകയാണ് തൂക്കാൻ കരിയിലില്ലേ എന്ന് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മമ്മ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു കരിയിലില്ല അമ്മമ്മ, നോക്കാൻ പറയാം ഗൈസ്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഞാൻ അപ്പോൾ ഗൈസ് തൂത്തൊന്നുമില്ല ഗൈസ്. ഞാൻ അമ്മമ്മ പറഞ്ഞ വെച്ചൊക്കെ ഇതേ സൂര്യൻ്റെ ആ ഒരു വെട്ടം നിങ്ങൾ കണ്ടില്ലേ ഗൈസ്. അങ്ങനെ അങ്ങോട്ട് നോക്കി കുറേ നേരം ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആണേ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു 3 കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ആ കുഞ്ഞു പൂച്ചയ്ക്ക്. ഇപ്പം അതിനെ കാണുന്നതായിരുന്നു വലിയ പൂച്ചകൾ കടിച്ചു കയറിയെന്നാണ് തോന്നുന്നത്. അതിനെ കാണാതിരിക്കാൻ എനിക്കും വിഷമമുണ്ട് കേട്ടോ. അതിനെ കാണാൻ അതിൻ്റെ അമ്മ പൂച്ച വട്ടം പിടിച്ച് എവിടേക്കോ നടക്കുമെന്ന് ഇന്നാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ടത്. അപ്പോൾ അത് ഇന്ന് വീടിന് കളിയുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ അതേ കണ്ടില്ല, നമ്മൾ മുറ്റത്തുള്ള ഓരോ വ്ളോഗ് ചേച്ചി കരിയിലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് കണ്ടില്ലേ അതിലേക്കിട്ടൊരു വണ്ടി ഡിസ്റ്റർബൻസ് ആയിട്ട് പോയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. റോഡ് പിന്നെ വണ്ടി പോകണ്ടേ. അപ്പോഴത്തേക്കും എൻ്റെ അമ്മാവ അത് വഴിയുടെ കേൾക്കുകയാണെങ്കിൽ വ്ളോഗ് എടുക്കുകയാണെന്ന് ഞാൻ ചിരിച്ച് കാണിച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. അത് കണ്ടില്ലേ ഗീസ്. അപ്പോൾ അതേ അങ്ങനെ വഴിയോടി ഇങ്ങനെ അവിടെ വെളിയിലിങ്ങനെ സിറ്റോട്ടി വരാന്തി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഓരോരുത്തരും ചോദിക്കും കേട്ടോ. ഇത് കണ്ടോ, അതെല്ലാം കൂട്ടത്തിൽ ഒത്തൊരുമയോട് നിൽക്കുന്ന തെങ്ങ് കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത കുഞ്ഞ് കാഴ്ചകളൊക്കെ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. പിന്നെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.